ദ്വേഷഃ, ദ്വേഷം, വെറുപ്പ്, പക. നിങ്ങൾ ആരെയാ വെറുക്കുന്നത്? നിങ്ങൾ വെറുക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. ആ സത്യം മനസ്സിലാക്കാതെ മറ്റൊരു വ്യക്തിയെ നാം വെറുക്കുന്നു. ഇതാണ് ഭ്രമമെന്ന് പറയുന്നത്. ഒരേ ആത്മാവ് തന്നെയാണ് അനേകം രൂപങ്ങളിൽ പ്രകടമായിട്ടുള്ളത്. അപ്പോൾ ഈ സൗഹൃദം, വിദ്വേഷം, ഈ വാക്കുകൾക്ക് ആത്മാവിൽ സ്ഥാനമില്ല. രാഗാദി, രാഗം ഇഷ്ടം, ദ്വേഷം അതിൻ്റെ നേരെ വിരുദ്ധമായ ഭാവം, ഇഷ്ടം അനിഷ്ടം അല്ലെങ്കിൽ ഇഷ്ടം വെറുപ്പ്, ഈ ഭാവങ്ങൾ ആത്മതത്വത്തിലില്ല. ഇവയൊക്കെ എവിടെ ഉണ്ടെന്ന് പറയൂ രാമ. ഇതൊക്കെ ഭ്രമതലത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ഭാവങ്ങളൊക്കെ മനസ്തലത്തിൽ മാത്രമാണ്. ഈ മനസ്സ് വാസ്തവത്തിൽ ഇല്ലാത്തതുമാണ്. അതുകൊണ്ട് മനസ്സിലുദിക്കുന്ന ഏത് ചിന്തയും ഏത് വികാരവും എന്ത് ആശയവും മനസ്സില്ലാത്തതായതുകൊണ്ട് ഇല്ലാത്തവ തന്നെ. അതുകൊണ്ട് മനസ്സിൻ്റെ ചലനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ട. എൻ്റെ മനസ്സൊന്ന് ആഗ്രഹിച്ചു, അല്ല അതിനെ പൂർത്തീകരിക്കണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം? എൻ്റെ മനസ്സിൽ പൊന്തിയ ഒരാഗ്രഹം, അതിനെ എങ്ങനെയെങ്കിലും പൂർത്തീകരിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധം ആവശ്യമില്ല. പറ്റുമെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാം, സഫലമാക്കാം. പറ്റിയില്ലെങ്കിൽ വേണ്ട. മനസ്സിൽ പൊന്തിയ ഒരു കുമിള പോലെയല്ലേ ഈ ആഗ്രഹങ്ങൾ. പക്ഷേ ഈ ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഓരോ ചലനത്തെയും നിയന്ത്രിക്കുന്നത്. ചിലർ തീരുമാനിച്ചത് നടത്തിയേ അടങ്ങൂ. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്താതെ പിന്മാറില്ല. എന്തോ ഇന്നലെയും നിനയിപ്പതേ മുടിപ്പവൻ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തിയേ തീരൂ. എന്തിനിങ്ങനെ ഈ നിർബന്ധം? അങ്ങനെ എല്ലാം ഒന്നും നടത്താൻ പറ്റില്ലല്ലോ സുഹൃത്തെ. അപ്പോൾ ഈ നിർബന്ധം കൊണ്ട് എന്ത് പ്രയോജനം? മനസ്സ് വെറുതെ അസ്വസ്ഥമാകും, നിരാശ ബാധിക്കും. അതുകൊണ്ട് ഒന്നിലും നിർബന്ധം വേണ്ട എന്നാണ് ബാലകൃഷ്ണൻ നായർ സാറ് നമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. വേദാന്തത്തിൻ്റെ കാതൽ, കഴമ്പ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിലും നിർബന്ധ ബുദ്ധി ഉണ്ടാവരുത്. അതായത് ഞാനിത് ചെയ്തേ അടങ്ങൂ, ഈ പിടിവാശി വേണ്ട. ഈ പിടിവാശി ഉപേക്ഷിക്കപ്പെട്ടാൽ തന്നെ മനസ്സ് ശാന്തമായി തീരും. നമുക്ക് സാധനകൾ ചെയ്യുന്നതിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമല്ല, ചിലർക്ക്. നിങ്ങൾ സാധന ചെയ്തോളൂ. എന്തിനാണ് ഈ നിർബന്ധം? അല്ല, അത് ദിവസേന ഞാൻ ചെയ്തല്ലേ പറ്റൂ. സുഹൃത്തെ, നിങ്ങൾ ചെയ്തോളൂ. ഈ നിർബന്ധ ബുദ്ധിയെ ഉപേക്ഷിച്ചിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? ഈ നിർബന്ധ ബുദ്ധി വച്ചു പുലർത്തുന്നത് കൊണ്ട് ഒരു ദോഷമെന്തെന്നോ, ദിവസേന ചെയ്യുന്ന ഒരു സാധന, ഒരു കർമ്മം ഒരു ദിവസം ചെയ്യാൻ പറ്റാതെയായാൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. നമുക്ക് പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂർ എത്തിയിട്ടുണ്ടാവും പുള്ളി. പേര് ഞാൻ പറയണ്ടല്ലോ. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂരപ്പനെ കണ്ടിട്ടേ വരൂ. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഗുരുവായൂരിനടുത്തുമാണ്. അദ്ദേഹം തിരുവനന്തപുരത്തായിരിക്കുമ്പോഴും ഗുരുവായൂരിലേക്ക് വെച്ച് പിടിക്കും. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു വ്രതമാണ്, നിഷ്ഠയാണ്, ഞാനൊരു നിയമമായി കൊണ്ടു നടക്കുന്നതാണ്, ഒരു സാധനയായി അനുവർത്തിക്കുന്നതാണ്. അല്ല, ഒരു മാസം 1-ാം തീയതി പോകാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ശാന്തനായിരിക്കാൻ കഴിയുമോ? പോകാൻ പറ്റിയില്ലല്ലോ. ഗുരുവായൂരപ്പൻ എന്നെ ചതിച്ചു. അദ്ദേഹത്തിന് വേറെ പണിയില്ല. ഈ ഗുരുവായൂരപ്പനും ശബരിമല ശാസ്താവൊക്കെ ഭക്തന്മാരെ ചതിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തം! മനുഷ്യരുടെ അജ്ഞതയ്ക്ക് അതിരുകളില്ല എന്ന് തന്നെ പറയണം. രാഗദ്വേഷങ്ങൾക്ക്
ഈ ലോകത്തിൽ പ്രസക്തിയില്ല. ദ്വൈതം ഭ്രമമാണ്. അവിദ്യയിൽ നിന്ന് പൊന്തുന്നതാണ് ദ്വൈതാനുഭവങ്ങളെല്ലാം തന്നെ. അതൊക്കെ മനസ്ഥലമാണ്. അതുകൊണ്ട് ഇതൊന്നും വാസ്തവത്തിൽ ആത്മതത്വത്തിൽ ഇല്ല എന്നറിയൂ രാമ. പിന്നെ എന്താണുള്ളത്? ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞു. എന്താണുള്ളത്? സർവം ശിവം അനാദ്യന്തം പരോ ബോധ ഇതി സ്മൃതഃ. സർവം എല്ലാം, ശിവം ശിവതത്വമാണ്, എല്ലാം ശിവമയം എന്നാണ് തമിഴിൽ പറയുന്നത്. എല്ലാം ശിവമയം. ശിവം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ബ്രഹ്മം, മംഗളസ്വരൂപമായ സത്യം എന്നർത്ഥം. അതിനേക്കാളും മംഗളമണയ്ക്കുന്ന മറ്റൊന്നും തന്നെ ഈ ലോകത്തിലില്ല. ആത്യന്തികമായ ശ്രേയസ്, നന്മ, മംഗളം ആത്മജ്ഞാനത്തിലൂടെയാണ് ഒരാൾ നേടുന്നത്. ഈ കാണുന്നതെല്ലാം ശിവതത്വം തന്നെയാണ്. അനാദ്യന്തം, ആ ശിവതത്വത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യന്തങ്ങളില്ലാത്തതാണത്. തുടക്കവും ഒടുക്കവും ഇല്ലാത്തത്. എന്ന് തുടങ്ങി എവിടെ തുടങ്ങി പറയാൻ പറ്റില്ല. എന്ന് അവസാനിക്കും എവിടെ അവസാനിക്കും അതും പറയാൻ പറ്റില്ല. ആദ്യന്തങ്ങളില്ലാത്തത് എന്ന് പറഞ്ഞാൽ തന്നെ ശാശ്വതം, എന്നും നിലനിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശാശ്വതം എന്ന് പറഞ്ഞാൽ നമുക്ക് നാശമില്ലാത്തതാണ് എന്നറിയാം. പക്ഷെ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഉണ്ടായതെല്ലാം നശിക്കും. അതുകൊണ്ട് ആത്മതത്വം ശാശ്വതമാണ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകാത്ത ഒന്നാണ് എന്ന് പറഞ്ഞാൽ പണ്ടേക്ക് പണ്ടേ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. അത് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത് നശിക്കാനിടയില്ല, നശിക്കുകയില്ല. ജനിച്ചത് മാത്രമേ നശിക്കൂ, ജനിക്കാത്തത് നശിക്കുകയില്ല. അപ്പോൾ എന്നും ഉണ്മ സ്വരൂപമായിട്ടുള്ളത് തൻ്റെ ഉണ്മയെ എന്നും അതറിഞ്ഞുകൊണ്ട് തന്നെ കഴിയുന്നു. അതിന് മരണഭയം ഇല്ല. താൻ ഇല്ലാതായി പോവും എന്നുള്ള ഭയമാണ് മരണഭയമായി ജനങ്ങളുടെ ഉള്ളിൽ പൊന്തുന്നത്. ശരീരമാണ് ഉണ്ടായി നശിക്കുന്നത്, ആത്മാവ് ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. അതുകൊണ്ട് അതിനെ ശാശ്വത സത്യം എന്ന് ശാസ്ത്രങ്ങൾ വിവരിക്കുന്നു. സർവം ശിവം അനാദ്യന്തം പരോ ബോധ ഇതി സ്മൃതഃ. പരമമായ ബോധം, പ്രപഞ്ചത്തെ അതിവർത്തിച്ച് നിൽക്കുന്ന ബോധം, ദ്വൈതത്തിനെ കടന്നു നിൽക്കുന്ന ബോധം. എല്ലാ ദ്വൈതങ്ങളെയും താണ്ടിക്കടന്നാൽ ഈ അദ്വൈത സത്യത്തിൽ ചെന്നെത്താം. അതുമാത്രമേ ഉള്ളൂ രാമ ഇവിടെ യഥാർത്ഥത്തിൽ. മറ്റുള്ളതൊക്കെ അതിലെ വെറും ഭ്രമങ്ങൾ. ഈ സത്യം അറിയുന്നവന് ഉള്ളിൽ നിരന്തരമായ ശാന്തി അനുഭവപ്പെട്ടു തുടങ്ങും. ആ ശാന്തിയെ മരണത്തിനു പോലും അപഹരിക്കാൻ സാധ്യമല്ല. തത്ര ച ദ്വൈതരൂപസ്യ വിഷയസ്യ തത് പ്രാഗുപ്ത രാഗദ്വേഷാദേശ പ്രസക്തിരേവ നാസ്തീത്യാഹ. ദ്വൈതരൂപമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളെ ആസ്പദമാക്കി മനുഷ്യ മനസ്സിൽ പൊന്തുന്ന രാഗദ്വേഷാദി വികാരങ്ങൾ, അവയ്ക്കൊന്നും ആത്മതത്വത്തിൽ പ്രസക്തിയേയില്ല. ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച ഒരാളുടെ മനസ്സിൽ ദ്വൈത വിചാരങ്ങൾ ഒരിക്കലും പൊന്തുന്നില്ല. നിർമ്മനോ മനനം ശാന്തമാസിതം ബോധ ഉത്തമഃ ആദിവാഹിക ദേഹസ്ഥോ നതം ബോധമുപാഗതഃ. നിർമ്മനോ മനനം ശാന്തം. മനസ്സ് അതിൻ്റെ മനനപ്രക്രിയയെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശാന്തമായ ബോധാനുഭവം ലഭിക്കും. ശാന്തമാസിതം എന്ന് പറഞ്ഞാൽ ശാന്തി സ്വരൂപമായിട്ടുള്ളത്, സമൃദ്ധമായ ശാന്തിയുടെ പേരാണ് ആത്മാവ്. നിശ്ചലമായ ആനന്ദ അനുഭവം. നിശ്ചലത തന്നെയാണ് ആനന്ദം. നിശ്ചലതയിലൂടെ നേടേണ്ട ഒന്നല്ല, മനസ്സിനെ നിശ്ചലമാക്കുന്നതിലൂടെ ആനന്ദത്തിൽ ചെന്നെത്തുകയല്ല. മനസ്സിൻ്റെ നിശ്ചലത തന്നെയാണ് ആത്മാവ് എന്നറിയപ്പെടുന്നത്. ചലനം ഭ്രമമാണ്. ചലിക്കാത്ത ആത്മാവ് സദാ ചഞ്ചലമായിരിക്കുന്ന മനസ്സെന്ന പോലെ കാണപ്പെടുന്നു. ആ മനസ്സിൻ്റെ ചാഞ്ചല്യം ഉപശമിച്ചാൽ ചലിക്കാത്ത ആത്മതത്വത്തെ വ്യക്തമായി അറിയാൻ കഴിയും.
നിർമ്മനോ മനനം ശാന്തം ആസിതം ബോധ ഉത്തമ. ഉത്തമമായ ബോധം. ബോധം എന്നുള്ളതിന് ബ്രഹ്മം എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ അറിവ്. ബോധം എന്നുള്ള വാക്കിന് അറിവ്. ബോധം എന്ന വാക്കിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ അറിവ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ 15 ശ്ലോകങ്ങളടങ്ങുന്ന ഒരു കൃതിയുണ്ട്, അറിവ്. പച്ച മലയാളത്തിലുള്ള കൃതിയാണ്, ഒന്നും മനസ്സിലാവില്ല. അതെ. ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകവും അറിവ് എന്ന വാക്കിലാണ് ആരംഭിക്കുന്നത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. ഇതങ്ങനെയല്ല. ഈ അറിവ് എന്നുള്ളത് പല പ്രാവശ്യം, എത്ര 72 പ്രാവശ്യം, 72 പ്രാവശ്യം ആ അറിവ് എന്നുള്ള വാക്ക് ആവർത്തിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അറിവ് എന്നുള്ള കൃതിയിൽ. ഇപ്പോൾ ബോധം എന്ന് പറഞ്ഞാൽ അറിവ്, ഉത്തമമായ അറിവ്, ശ്രേഷ്ഠ ജ്ഞാനം. എന്തിനെ അറിഞ്ഞാൽ ജീവിതം ധന്യമാകും? എന്തിനെ അറിഞ്ഞാൽ ഇനി ഒന്നും അറിയാൻ അവശേഷിക്കുന്നില്ല? അതിനെ വേണം അറിയാൻ. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ അതിനെ അറിയാൻ ആഗ്രഹിക്കൂ എന്നാണ് ഉപനിഷത്ത് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നിനെ അറിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാം അറിയപ്പെടുക? ഇതെങ്ങനെ സാധ്യമാകും എന്ന് നമ്മൾ സംശയിച്ചേക്കാം. പക്ഷേ എല്ലാം എന്നുള്ളത് ഒന്നിൻ്റെ പ്രകടനങ്ങളാണെങ്കിൽ ഒന്നിനെ അറിഞ്ഞാൽ പോരെ? മണ്ണ് കൊണ്ടുള്ള അനേകം നാമരൂപങ്ങൾ നമ്മുടെ മുമ്പിൽ നിരന്നിരിക്കുന്നു. ചട്ടി, കലം, തവി, അടുപ്പ്, ഇതെല്ലാം മണ്ണ് കൊണ്ടുള്ള നാമരൂപങ്ങളാണ്. ഈ ഓരോന്നിനെയും അറിയുന്നതിന് പകരം അധിഷ്ഠാനമായിരിക്കുന്ന, ആധാരമായിരിക്കുന്ന ആ മണ്ണ് എന്ന ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും അറിയപ്പെട്ട് കഴിഞ്ഞു. എന്താണ്? മൃത്തികേത്യേവ സത്യം. മൃത്തിക എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നർത്ഥം. മണ്ണ് മാത്രമാണ് സത്യം. എന്തുകൊണ്ട്? മറ്റുള്ളവ മണ്ണിൽ പൊന്തിയ നാമരൂപങ്ങൾ. ലളിതമായ ഉദാഹരണങ്ങളിലൂടെ അതിസൂക്ഷ്മമായ സത്യങ്ങളെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. ദൈനംദിന ജീവിതത്തിലുള്ള ഉദാഹരണങ്ങൾ എടുത്താണ് പറയുന്നത്. മണ്ണെന്നുള്ള അധിഷ്ഠാനത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ മൺപാത്രങ്ങളെയും മണ്ണിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങളെയും പ്രത്യേകം അറിയേണ്ട കാര്യമില്ല. കാരണം എല്ലാം മണ്ണിൻ്റെ വകഭേദങ്ങൾ, മണ്ണിൽ പൊന്തിയ രൂപങ്ങൾ ഒരിക്കലും സത്യമല്ല. അധിഷ്ഠാന വസ്തു മാത്രമാണ്, അഥവാ മണ്ണ് മാത്രമാണ് സത്യം. ആദിവാഹിക ദേഹസ്ഥോ നതം ബോധമുപാഗത. ഈ വിഭശ്യത്തിൻ്റെ സ്ഥൂല ശരീരം നഷ്ടമായി. കൂറ്റൻ പക്ഷികൾ അവയെ ഭക്ഷിച്ചു തീർത്തു. ആ ശരീരത്തെ ഭക്ഷിച്ചു തീർത്തു. ഇപ്പം അദ്ദേഹം ആദിവാഹിക ശരീരിയായി നിലകൊണ്ടു. അപ്പോഴും അദ്ദേഹത്തിന് ആത്മജ്ഞാനം ലഭിച്ചില്ല. അപ്പോൾ സ്ഥൂല ശരീരമാണ് ആത്മജ്ഞാനത്തിനുള്ള പ്രധാന തടസ്സം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്ഥൂല ശരീരം ജ്ഞാനത്തിന് ഒരു തടസ്സവുമല്ല. അത് ജ്ഞാനത്തിന് ഒരർത്ഥത്തിൽ സഹായകമാണ് എന്ന് വേണം പറയാൻ. സ്ഥൂല ശരീരം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വാസനകളെയൊക്കെ ക്രമീകരിച്ച് പതുക്കെ പരമാത്മാവിലേക്ക് നടന്നടുക്കാൻ കഴിയുന്നു. സ്ഥൂല ശരീരമില്ലാത്ത ഒരാൾ വിഷയസുഖങ്ങൾ എങ്ങനെ അനുഭവിക്കുമെന്ന് പറഞ്ഞ്? സ്ഥൂല ശരീരം ഉണ്ടെങ്കിൽ കുറേയൊക്കെ അനുഭവിച്ചാലും തൃപ്തി വരണമെന്നില്ല. എന്നാലും തൃപ്തി വരാനുള്ള ഒരു സാധ്യത സ്ഥൂല ശരീരം ഉള്ളപ്പോഴാണല്ലോ. അതുകൊണ്ട് ശരീരത്തെ നശിപ്പിച്ച് കളയണം എന്ന് വിചാരിക്കുകയേ അരുത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾക്ക് പ്രായമേറിയിട്ടുണ്ടാവും, ശരീരത്തിൽ പലതരം രോഗങ്ങളും ഉണ്ടാവും. ചത്താ മതി അങ്ങനെ വിചാരിക്കരുത്. ചാവുന്നത് ഒന്നിനും പരിഹാരമല്ല. അത് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് പതിക്കുന്നത് പോലെയാണ്. ചട്ടിക്കകത്ത് കിടക്കുന്ന ഒരു സാധനം
അത് അവിടുന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി പുറത്തോട്ട് ചാടിയപ്പോൾ എരിതിയിൽ പതിച്ചു. ഇതിനേക്കാളും ചട്ടി എത്രയോ മേലെ ആയിരുന്നു എന്ന് വിചാരിക്കും. അതുകൊണ്ട് സ്ഥൂല ശരീരത്തെ എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം ഉള്ളപ്പോൾ തന്നെ ഈ ആത്മതത്വത്തെ പരിചിന്തനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. യന്നിർഗത മനോ മനനമാസിതമവസ്ഥാനം സയേവ ഉത്തമോ ബോധ. മനനപ്രക്രിയ നിലയ്ക്കണം, മനസ്സിൻ്റെ ചലനം അവസാനിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സ് ഒന്നിനെയും സങ്കല്പിക്കാതാകണം. അതാണ് ഉത്തമമായ അറിവ്, അല്ലെങ്കിൽ അപ്പോൾ ഉദിക്കുന്നതാണ് ഉത്തമമായ അറിവ്. ആദിവാഹിക ദേഹസ്ഥോ വിപശ്ചിത്തോ തം ബോധം നോപാഗത. ആദിവാഹിക ശരീരിയായ വിപശ്ചിത്ത് ആ ശുദ്ധബോധത്തെ സാക്ഷാത്കരിച്ചില്ല. കിന്തു പിന്നെയോ തദ് വിബോധ ആദിവാഹിക ദേഹമാത്ര ആത്മബോധവാൻ. ആ ആദിവാഹിക ശരീരം സത്യമാണ് എന്ന് കരുതാൻ തുടങ്ങി. ആദിവാഹിക ശരീരത്തെ വിശകലനം ചെയ്ത് താൻ ആത്മാവാണ് എന്ന് തീരുമാനിക്കുന്നതിന് പകരം ആദിവാഹിക ശരീരത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ അദ്ദേഹത്തിന് ഏകാഗ്രത സംഭവിച്ചു. അതയേവ അഗ്രേ വിസരൻ മനോ ദദർശേതി പരേണാന്വയ. മനസ്സിൻ്റെ ചലനം നിന്നില്ല, മനസ്സിൻ്റെ സങ്കല്പിക്കുന്ന സ്വഭാവം നഷ്ടമായില്ല, അത് തുടർന്ന് സങ്കല്പിച്ചുകൊണ്ടേയിരുന്നു. ആ സങ്കല്പ ദൃശ്യങ്ങളിൽ ഈ വിപശ്ചിത്ത് പെട്ട് കഴിഞ്ഞു. വിപശ്ചിത് തദ്വിബോധോസൗ ദദർശ വിസരൻ മനഃ ആദിവാഹിക ബോധേന ഗർഭവാസോപമം തമഃ. വിപശ്ചിത്തിന് സ്ഥൂല ശരീരത്തിലുണ്ടായിരുന്ന ശ്രദ്ധ നഷ്ടപ്പെട്ട് ഇപ്പോൾ സൂക്ഷ്മ ശരീരത്തിലേക്കായി. അതായത് സ്ഥൂല ശരീരത്തെ, അത് ദേവശരീരമായിരുന്നു, അതും ഒരർത്ഥത്തിൽ സൂക്ഷ്മ ശരീരമാണ്. എന്നാലും അതിലുണ്ടായിരുന്ന ശ്രദ്ധ ഇപ്പോൾ അതിനേക്കാളും സൂക്ഷ്മമായ മനോമയമായ ശരീരത്തിൽ അല്ലെങ്കിൽ ആദിവാഹിക ശരീരത്തിൽ ശ്രദ്ധ തിരിഞ്ഞു. അപ്പോഴെന്താ, പിന്നെയും പല കാഴ്ചകളെയും കണ്ടു. മനസ്സിൻ്റെ ചലനം നിലയ്ക്കുന്നില്ല. മനസ്സ് ചലിച്ചാണ് ദൃശ്യങ്ങളെ ഉണ്ടാക്കുന്നത്. ചലിക്കാത്ത മനസ്സ് ദൃശ്യമണ്ഡലത്തെ അതിക്രമിക്കും. അതുകൊണ്ട് ഏത് സാധനയിലൂടെയെങ്കിലും ചിത്തവൃത്തികളെ നിരോധിക്കുക. അതാണ് യോഗം. യോഗശ്ചിത്തവൃത്തി നിരോധ, സെസേഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റീസ്. മനസ്സ് പൂർണ്ണമായി ഒരു നിശ്ചലാവസ്ഥയിൽ എത്തിച്ചേരണം. അതാണ് ശരിയായ യോഗം. അത് ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ ഈ യോഗം, ജ്ഞാനം, സാഖ്യം ഇങ്ങനെയൊക്കെ പ്രത്യേകമായി കാണുന്നു. മനസ്സ് പൂർണ്ണമായി ഉപശമിച്ചാൽ ആത്മാവ് പ്രകാശിക്കും, ആത്മജ്ഞാനം പ്രകാശിക്കും. ഇപ്പോൾ ഈ ആദിവാഹിക ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവനായി അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും പ്രസരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസരിച്ചപ്പോൾ ഗർഭവാസോപമം തമഹ, അദ്ദേഹം ഒരു കൂരിരുട്ടിനെ അനുഭവിച്ചു. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കൂരിരുട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും? പ്രകാശത്തിൻ്റെ ഒരു കിരണം പോലും കടന്നു ചെല്ലാത്ത ഏതെങ്കിലും ഇരുട്ട് നിറഞ്ഞ ഗുഹകളിൽ നമുക്ക് കൂരിരുട്ട് കാണാൻ പറ്റും. പക്ഷേ കൂരിരുട്ട് മറ്റൊരു സ്ഥലത്തിൽ കൂടെയുണ്ട്. അതാണ് ഗർഭകോശം. ഗർഭകോശത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശവും കടന്നു ചെല്ലില്ല. സ്ത്രീ ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ ഈ ഗർഭപാത്രം അല്ലെങ്കിൽ ഗർഭകോശം. അവിടെ കൂരിരുട്ടാണ്. അതുകൊണ്ട് അതികഠിനമായ ഒരു ഇരുട്ടിനെ ഈ വിപശ്ചിത്ത് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല എന്നുള്ളതുകൊണ്ട് ഗർഭകോശത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള ഒരിരുട്ടിനെ ഈ വിപശ്ചിത്ത് അനുഭവിച്ചു. നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. ഗാഠനിദ്രയിൽ നമ്മൾ കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന
ഒരു ശൂന്യത അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അനുഭവം. അപ്പോൾ ഇവിടെ ഗർഭവാസോപമം തമഹ എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ഗർഭവാസോപമം തമശ്ച ദദർശ. ഒരു ശിശു ഗർഭകോശത്തിൽ കിടക്കുമ്പോൾ കൂരിരുട്ടിൻ്റെ മധ്യത്തിലാണ് കിടക്കുന്നത്. ഒരു നുറുങ്ങുവെട്ടം പോലും ഇല്ല. എത്ര ഭീകരമായിരിക്കും! അങ്ങനെയുള്ള ഒരു ഗർഭകോശത്തിൽ കഴിഞ്ഞിട്ടാണ് ഓരോ ശിശുവും പുറത്തു വരുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇരുട്ടിനെ ഈ മനസ്സുണ്ടാക്കി തീർന്നു. ദൃശ്യങ്ങളെ പൊന്തിച്ച് കാണിക്കുന്നതും മനസ്സാണ്, കൂരിരുട്ടിൻ്റെ അനുഭവം ഉളവാക്കുന്നതും മനസ്സാണ്. ഈ മനസ്സിന് സാധിക്കാത്തതായി ഒന്നുമില്ല. ഏത് ഭ്രമത്തെ വേണമെങ്കിലും അതുണ്ടാക്കി കാണിക്കും. തമസോന്തേ വിരിഞ്ചാണ്ട കവാടച്ഛേദഭൂതലം വജ്രസാരം ഹേമമയം കോടിയോജന വിസ്തൃതം. ആ തമസിലൂടെ താൻ സഞ്ചരിക്കുന്നതായി വിപശ്ചിത്ത് അനുഭവിച്ചു. ഒരു ഇരുൾ നിറഞ്ഞ ഒരു പ്രദേശത്തിലൂടെ ഒന്നും കാണാൻ വയ്യ. ആ ഇരുട്ടിലൂടെ എത്ര ദൂരം പോയി, എത്ര സമയം യാത്ര ചെയ്തു ഒന്നും അറിയാൻ കഴിയാതെ കുറേ നേരം അല്ലെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്തു. ആ തമസ് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ കവാടത്തെ കണ്ടു. ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു കവാടം. അതാണ് ഭൂമി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ചോറ്റുപാത്രം ഉണ്ടല്ലോ, കുട്ടികൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്ന ചോറ്, ഈ ചോറ്റുപാത്രത്തിന് ഒരു അടപ്പുണ്ടാവും. ഇതുപോലെ രണ്ട് ഭാഗങ്ങൾ ചേർന്നാണ്, ഒന്നിൻ്റെ മുകളിൽ വേറൊന്ന്. ഇങ്ങനെയാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ ഘടന എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ആ രണ്ട് ഭാഗങ്ങളും, ബ്രഹ്മാണ്ടത്തിൻ്റെ മുകൾ ഭാഗവും താഴെയുള്ള ഭാഗവും ചേരുന്ന പ്രദേശത്തിലാണ് ഭൂമി. അപ്പോൾ നമ്മുടെ ഈ അധ്യാത്മശാസ്ത്രം അനുസരിച്ച് ഭൂമിയിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. നമ്മൾ ഭൂമിശാസ്ത്രത്തിൽ പഠിച്ചത് അങ്ങനെയല്ല. ഭൂമി പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലാണ്. ഭൂമിയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. ഭൂമിയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. ശരീരത്തിൽ വരുന്ന ക്യാൻസറല്ല, ഉത്തരായണ രേഖ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദക്ഷിണായന രേഖയും ഇതുപോലെയുണ്ട്. അതിന് സിമിലറായിട്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ അതിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് പറയുന്നത്. ഇതും വേദാന്തവുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ തമസിൻ്റെ ഒടുവിൽ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ കവാടമായി വർത്തിക്കുന്ന ഭൂമിയെ കണ്ടു. അതിലൂടെ വേണം ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ. വിരിഞ്ചാണ്ടസ്യ കവാടപ്രായോ യശ്ഛേദഃ ഖണ്ഡഃ തദ്രൂപം ഭൂതലം സമ്പുട വിഭാഗ സന്ധിഭൂതമിതി യാവത്. ഈ മുകളിലുള്ള അർദ്ധഗോളത്തെയും താഴെയുള്ള ഗോളത്തെയും ചേർക്കുന്ന രണ്ടിൻ്റെയും സന്ധിയിൽ, ജംഗ്ഷനിലുള്ള ആ ഭാഗമാണ് വസിഷ്ഠൻ വിവരിക്കുന്ന ഭൂമി. ആ ചെറിയ ഒരു വിള്ളലോ അല്ലെങ്കിൽ ആ സന്ധിയിലൂടെ വേണം ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ കടക്കാൻ. വജ്രസാരം ഹേമമയം കോടിയോജന വിസ്തൃതം. അത്യന്തം ഗാഠതയുള്ളതാണ്, സ്വർണ്ണമയമാണ്. നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളിൽ വർണ്ണിക്കപ്പെടുന്ന ഭൂമി സ്വർണ്ണമയമാണ്. ഇവിടെ അങ്ങനെ സ്വർണ്ണമയമായ ഭൂമിയൊന്നും നമ്മൾ കാണുന്നില്ല. ഭൂമി കുഴിച്ച് സ്വർണ്ണമൊക്കെ എടുക്കാറുണ്ട്. ഇത് ഹേമമയമായ ഭൂമിയാണ്. കോടിയോജന വിസ്തൃതം, 1 കോടി യോജന വ്യാപ്തിയുള്ളതാണ് വസിഷ്ഠ മഹർഷി പറയുന്ന ഭൂമി. തദന്തേ പ്രാപസലിലം തസ്മാദഷ്ടഗുണം തതഃ കപാടഭൂമ്യൈവ സമം സ്ഥിതമർണവപൃഷ്ഠവത്.
അതിലൂടെ ഉള്ളിലേക്ക് കടന്നു. ആര്? ഈ വിപശ്ചിത്ത്. അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ തതുത്തരം തദാവരണപ്രാപ്തിമാഹ. തതുത്തരം എന്ന് പറഞ്ഞാൽ അതിനെയും, അതിൻ്റെ ഉള്ളിലല്ല, അതിനെയും അതിക്രമിച്ചു, അതിൻ്റെയും പുറത്തേക്ക് പോയി. അതായത് ബ്രഹ്മാണ്ടത്തിന് പുറത്തു പോയി. ബ്രഹ്മാണ്ടത്തിന് പുറത്തു പോയപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടതെന്ന് ചോദിച്ചാൽ, കവാടഭൂമ്യൈവ സമം തുല്യതയാ ദ്വീപാന്തേ അർണവപൃഷ്ഠവത് സ്ഥിതം. ഈ കവാടം പോലെ വർത്തിക്കുന്ന ഭൂമിക്ക് തുല്യമായിട്ട് കടലുകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന, കടലുകളുടെ മധ്യത്തിലല്ല, ഒരു ജലമയമായ ആവരണത്തെ കണ്ടു. എപ്പോഴും അങ്ങനെയാണ്, ഭൂമിയെ ചുറ്റി ഭൂമിയുടെ കാരണമായ ജലമുണ്ടാവും, ജലത്തെ ചുറ്റി ജലത്തിൻ്റെ കാരണമായ അഗ്നി അല്ലെങ്കിൽ തേജസ് ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം ഒരു അർണവം, ഒരു സമുദ്രത്തെ കണ്ടു ഭൂമിയെ ചുറ്റി, ഭൂമിക്ക് ചുറ്റും. ജലസ്യ നിരാധാര അവസ്ഥാന അയോഗാത് അണ്ഡ കപാലഖണ്ഡമാശ്രിത്യ തദ്വദേവ വിഭജ്യ സ്ഥിതമിതി ഭാവഃ. വെള്ളം ആധാരമില്ലാതെ സ്ഥിതി ചെയ്യുകയില്ല എന്നുള്ളതുകൊണ്ട് വെള്ളം താഴെ വീണു പോകും, ദ്രാവകമാണല്ലോ. അപ്പോൾ അതിനെ താങ്ങി നിർത്താൻ എന്തെങ്കിലും വേണം. അത് ആധാരമില്ലാതെ സ്ഥിതി ചെയ്യാൻ അതിന് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഈ ബ്രഹ്മാണ്ട കവാടത്തിന് ചുറ്റും, അതായത് ആ ജലമയമായ ആവരണം തന്നെ രണ്ടായി ഭേദിക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടു. ജലത്തെ എങ്ങനെ, ഇതെല്ലാം അന്തരീക്ഷത്തിലാണല്ലോ. ഈ അന്തരീക്ഷത്തിൽ ജലം എങ്ങനെയാണ് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വസിഷ്ഠ മഹർഷി അങ്ങനെ വർണ്ണിച്ചു പോവുകയാണ്. തമതീത്യ തതഃപ്രാപ തേജോർഗണഭീഷണം പ്രളയാഗ്നിഘനജ്വാല പിണ്ഡകോടരഭാസ്വരം. ആ ജലമയമായ പ്രദേശത്തെയും അദ്ദേഹം അതിക്രമിച്ചു. അപ്പോൾ അർക്കഗണഭീഷണം, കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയെ വെല്ലുന്ന രീതിയിലുള്ള പ്രകാശമയമായ ഒരാവരണം. അഗ്നി തന്നെയാണ് പ്രകാശം. അഗ്നിക്കും പ്രകാശത്തിനും വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ പ്രകാശമയമായ അല്ലെങ്കിൽ അഗ്നിമയമായ ഒരാവരണത്തെ ഈ ജലമയമായ ആവരണത്തിന് ചുറ്റും വിപശ്ചിത്ത് കണ്ടു. പ്രളയാഗ്നി ഘനജ്വാല പിണ്ഡകോടര ഭാസ്വരം. പ്രളയകാലത്ത് അഗ്നിമഴ പെയ്യുന്നതാണ്, ആകാശത്തിൽ നിന്നും തീമഴ പെയ്യും. അതുപോലെയുള്ള വലിയ വലിയ തീജ്വാലകൾ ഈ അഗ്നിമയമായ ആവരണത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആവരണത്തെ ഈ ജലമയമായ ആവരണത്തിന് ചുറ്റും വിപശ്ചിത്ത് കണ്ടു. തതുത്തരം തദാവരണപ്രാപ്തിമാഹ തദന്തേ ഇതി കവാടഭൂമ്യൈവ സമം തുല്യതയാ ദ്വീപാന്തേ അർണം. അത് നമ്മൾ വായിച്ചതാണ്. 32, 33 വായിക്കേണ്ടത്. തേജസാദ്യാവരണസ്യ തു ന ജലവദ് ആധാരാപേക്ഷേതി സന്ധിവിഭാഗ അഭാവാത് പിണ്ഡകോടരമിവ ഭാസ്വരമിത്യുക്തി. ജലത്തിനാണ് ഒരു ആധാരം അല്ലെങ്കിൽ അധിഷ്ഠാനം ആവശ്യമായിരിക്കുന്നത്. പ്രകാശത്തിന് അല്ലെങ്കിൽ അഗ്നിക്ക് അങ്ങനെ ഒരു അധിഷ്ഠാനം ആവശ്യമില്ല. അതുകൊണ്ട് ഈ ജലമയമായ ആവരണത്തെ ആശ്രയിച്ചല്ല അഗ്നിമയമായ ആവരണം. ജലമയമായ ആവരണത്തിന് ഭൂമിയുടെ ആകർഷണം കൂടിയേ തീരും. പക്ഷേ ഒന്നിനെയും ആശ്രയിക്കാതെ ഈ അഗ്നിമയമായ ആവരണം സ്ഥിതി ചെയ്തിരുന്നു. ദാഹശോകാദിമുക്തേന വപുഷ മാനസേന തത് തത്ര ഗച്ഛൻ സ ബുബുധേ വഹനം പൂർവവാസിതം. ഈ അഗ്നിമയമായ ആവരണത്തിലൂടെ അദ്ദേഹം കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിപ്പോയില്ല. കാരണം സ്ഥൂല ശരീരമില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് അഗ്നിയുടെ നടുക്കുകൂടെ സഞ്ചരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിച്ചാമ്പലായില്ല. കാരണം അത് മനോമയമായ ശരീരമാണ്, സൂക്ഷ്മ ശരീരമാണ്. അതിനെ ഒരഗ്നിക്കും ദഹിപ്പിക്കാൻ സാധ്യമല്ല. തത്ര ഗച്ഛൻ സ ബുബുധേ വഹനം പൂർവവാസിതം. ആ അഗ്നിമയമായ ആവരണത്തിലൂടെ കടന്നു ചെന്നിട്ടും
അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സങ്കല്പം ഒടുങ്ങിയില്ല. മനസ്സ് വീണ്ടും സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം നേരത്തെ ഉറപ്പിച്ച തീരുമാനമാണ്, ഈ ദൃശ്യത്തിൻ്റെ അന്തം ഞാൻ കണ്ടേ അടങ്ങൂ. എവിടെയാണ് ഈ ദൃശ്യപ്രപഞ്ചം അവസാനിക്കുന്നത്, അത് ഞാൻ കണ്ടെത്തിയേ തീരൂ എന്നുള്ള ഒരു പിടിവാദം കാരണമായിട്ട് ഒരു ഇരുട്ടിലേക്ക് കടന്നിട്ടും അതിൻ്റെ അപ്പുറത്ത് വേറെയും ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളെ താണ്ടി അപ്പുറത്ത് ചെല്ലുമ്പോൾ വീണ്ടും ഇരുട്ട്, അതിനെ താണ്ടി അപ്പുറത്ത് ചെന്നാൽ വീണ്ടും ലോകങ്ങൾ, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിന് ഒരവസാനവുമില്ല. ബ്രഹ്മാണ്ടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ എത്ര യാത്ര ചെയ്താലും ബ്രഹ്മാണ്ടങ്ങളുടെ അവസാനം കണ്ടെത്താൻ സാധ്യമല്ല. തത്ര തൈജസാവരണേ ഗച്ഛന് സ വിപശ്ചിതേ തദുത്തരം വായുവാവരണേ വഹനം ബുബുധേ. തേജോമയമായ അഗ്നിമയമായ ആവരണത്തെ കടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ വായുമയമായ ഒരാവരണം, വായുവിനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ താൻ കാറ്റിൽ ഒഴുകി നടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം വിപശ്ചിത്തിനുണ്ടായി. സ്ഥൂലമല്ലല്ലോ വായുവിനെ കാണാനും പറ്റില്ല, അഗ്നിയെപ്പോലെ വായുവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് പോലെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഊഹ്യമാനോ വിവേദാസാവാത്മാനം ത്വാതിവാഹികം ചിത്രമാത്രാത്മനസ്വസ്യ കിമിവോഹ്യത ഇത്യപി. ഇങ്ങനെ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നമ്മൾ ഒഴുകി നടക്കാറുണ്ട്, അതുപോലെ വായുവിലൂടെ ഒഴുകി നടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ഇദ്ദേഹത്തിനുണ്ടായി. അത് ആദിവാഹിക ശരീരത്തിൽ അദ്ദേഹം അനുഭവിച്ചതാണ്. ചിത്തമാത്രാത്മനസ്വസ്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമെന്ന് പറയുന്നത് മനസ്സ് മാത്രമായിരുന്നു, മനോമയമായ ശരീരം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. സ്വസ്യ കിമിവോഹ്യത ഇത്യപി. ആ മനസ്സിൽ അദ്ദേഹം വിചാരിച്ചു, ഇതെന്താണ് ഞാനിങ്ങനെ ഭാരമില്ലാതെ ഒഴുകി നടക്കുന്നത്, കാറ്റിലൂടെ ഇങ്ങനെ ബലൂണും കരിയിലയും ഒക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് പോലെ ഭാരമില്ലാത്ത ഒരനുഭവം. ഭാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അനുഭവമില്ല. ശരീരം പഞ്ഞി പോലെ അങ്ങനെ നേർത്തതുപോലെ ആയിത്തീർന്നു. അതാണ് സൂക്ഷ്മ ശരീരത്തിൽ അദ്ദേഹം അനുഭവിച്ചത്. തസ്യ സ്വപ്നകൽപ്പനാപ്രായം ന വാസ്തവമിതി ബുബുധേ. താൻ സ്വപ്നം പോലെയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇത് സത്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാരണം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പല വിചിത്രങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് തൻ്റെ മനസ്സിൻ്റെ തന്നെ ഒരു സൃഷ്ടിയാണ്, ഭ്രമമാണ് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതി പദസ്യ താത്പര്യമിത്യാഹ ഊഹ്യമാന ഇത്. തദതിക്രമ്യ സപ്രാപ ബ്രഹ്മാകാശമനന്തകം യത്ര സർവം യതസ്സർവം യന്ന കിഞ്ചിച്ച കിഞ്ചന. ഈ വായുമയമായ ആവരണത്തെയും കടന്ന് അദ്ദേഹം യാത്ര ചെയ്തു. അതിനെയും അതിക്രമിച്ചപ്പോൾ അദ്ദേഹം അനന്തമായ ബ്രഹ്മാകാശത്തിൽ എത്തിച്ചേർന്നു. ആ ബ്രഹ്മാകാശം എന്താണെന്ന് ചോദിച്ചാൽ മായയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ബ്രഹ്മം, മായാശബള ബ്രഹ്മം. അതിനും അപ്പുറത്താണ് ശുദ്ധബോധം അല്ലെങ്കിൽ ബ്രഹ്മാനുഭവം. ഇത് അതിസൂക്ഷ്മമായ ആകാശത്തിൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ മായയോടുകൂടി ചേർന്ന് പ്രകാശിക്കുന്ന അനന്തമായ ബ്രഹ്മാകാശത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെ അദ്ദേഹം ആ ബ്രഹ്മാകാശത്തിൽ എത്തിച്ചേർന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ബ്രഹ്മാകാശം എന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യത്ര സർവം യതസ്സർവം യന്ന കിഞ്ചിത് ച കിഞ്ചന. ഏതിൽ നിന്നാണോ എല്ലാം ഉണ്ടായിട്ടുള്ളത്, ഏതാണോ എല്ലാം ആയിത്തീർന്നിരിക്കുന്നത്, എന്നാൽ ഏതാണോ ഒന്നുമല്ലാത്തതായും ഇരിക്കുന്നത്, അതാണ് ആകാശം. മായാമയമായ മായയുടെ സൃഷ്ടിയിൽപ്പെടുന്ന ആകാശം. അത് എന്തോ ഒന്നാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അത് വാസ്തവത്തിൽ ഒന്നുമല്ല. എന്താണ് ഈ ഇടം, സ്ഥലം
ഇതെന്താണിത്? എല്ലാം ആകാശത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. വസ്തുക്കൾക്ക് ഇടമരുളുന്നതാണ് ആകാശത്തിൻ്റെ ധർമ്മം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല, വ്യക്തമായി അനുഭവിക്കുന്നുണ്ട്. ഈ മുറിയിൽ സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. ഭൂമിയുടെ അന്തരീക്ഷം കടന്നു പോയാൽ അനന്തമായ ആകാശം, അവിടെയൊക്കെ ഈ സ്ഥലം എന്നുള്ളത് വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ അതെന്താണ്? അങ്ങനെയൊന്നില്ല എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇവിടെയുള്ള BSSC, ISROയും ശ്രീഹരിക്കോട്ടയും മഹേന്ദ്രഗിരിയിലുള്ള കംപ്ലീറ്റ് BSSCയുടെ ഓഫീസുകൾ അടച്ചു കൂട്ടാൻ. കാരണം സ്പേസ് എന്ന് പറഞ്ഞൊന്നില്ല, ഭ്രമമാണ്. അവിടെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ റിസർച്ച്. ഈ ഉപഗ്രഹങ്ങളും റോക്കറ്റും ഒക്കെ വിക്ഷേപിക്കുന്നത് ഈ ആകാശത്തിലല്ലേ? ഈ ആകാശം തന്നെ മനസ്സിൻ്റെ വിഭ്രമമാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഉപഗ്രഹ വിക്ഷേപണമൊക്കെ എങ്ങനെ സത്യമാകും? ഒക്കെ ഒരു സ്വപ്നത്തിനകത്ത് നടക്കുന്നത് പോലെയേ ഉള്ളൂ, ഒന്നും വാസ്തവമല്ല. ബ്രഹ്മാകാശം അവിദ്യാശബള ബ്രഹ്മാകാശം. മായ അല്ലെങ്കിൽ അവിദ്യ ഉള്ളപ്പോൾ അനുഭവപ്പെടുന്ന ഒരു അനന്തതയാണ് ബ്രഹ്മാകാശം എന്ന് പറയുന്നത്. ശുദ്ധമായ ബ്രഹ്മതത്വം അതിനുമപ്പുറത്താണ്. അവിടെ മായയുടെ പ്രവർത്തനമില്ല. മായ അല്ലെങ്കിൽ മനസ്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ആകാശത്തെ അനുഭവിക്കാൻ പറ്റും. പക്ഷേ മനസ്സിൻ്റെ സഹായത്തോടു കൂടി ആത്മാവിനെ അനുഭവിക്കാൻ പറ്റില്ല. ആ തലത്തെയും അതിക്രമിച്ചാൽ മാത്രമേ കേവല ബോധത്തിൽ ചെന്നെത്താൻ കഴിയുകയുള്ളൂ. മനസാ പ്രഭ്രമം തത്ര ദൂരതരം യയോ തേന ദൃഷ്ടം ച പൃഥ്വ്യാപസ്തേജോ വായുസ്തഥാ ജഗത്. ഇങ്ങനെ മനസ്സുണ്ടാക്കി കാണിക്കുന്ന ആ ആകാശത്തിൽ, മായയുടെ സൃഷ്ടിയായ ആ ആകാശത്തിൽ അദ്ദേഹം കുറേ ചുറ്റി നടന്നു, പല ദിക്കുകളിലും യാത്ര ചെയ്തു. ഒരു അന്തവും കുന്തവും ഇല്ല. ആകാശം എവിടെയെങ്കിലും അവസാനിക്കുമോ? അതിങ്ങനെ അനന്തമായി വ്യാപിച്ചു കിടക്കുന്നു. ദൂരതരം യയവും, കുറേ ദൂരം പോയി, എത്രയോ ദൂരം. അങ്ങനെ യാത്ര ചെയ്തിട്ടും ഈ ആകാശം അവസാനിക്കുന്നില്ല. തേന ദൃഷ്ടം ച പൃഥ്വ്യാപസ്തേജോ വായുസ്തഥാ ജഗത്. അദ്ദേഹം തുടർന്ന് യാത്ര ചെയ്തപ്പോൾ ദാ വരുന്നു പിന്നെയും ഭൂമി, അതിൻ്റെ അപ്പുറത്ത് ജലം, അതിൻ്റെ അപ്പുറത്ത് അഗ്നി, അതിൻ്റെ അപ്പുറത്ത് വായു, അതിനെയും താണ്ടി കടന്നാൽ ഇതുപോലെ വീണ്ടും മായാശബളമായ ഒരാകാശം, പിന്നെ ഒരു കൂരിരുട്ട്, പിന്നെയും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഇതല്ലേ വാസ്തവത്തിൽ മായ എന്ന് പറയുന്നത്? ഒരു ഇരുട്ടോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കാം, ഈ ഇരുട്ടിനപ്പുറത്തൊന്നുമില്ല. ഈ ഇരുട്ടിലൂടെ കുറേ ദൂരെ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും പ്രകാശം, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതിൻ്റെ അനുഭവം വീണ്ടും ഉണ്ടാവുന്നു. ദൃഷ്ടം സംസ്കാരവശാദിതി ഭാവ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വാസന കൊണ്ട് അദ്ദേഹം അനുഭവിച്ചതാണ്. ദൃശ്യത്തെ സത്യമെന്ന് കരുതി അതിൻ്റെ അന്തം കാണാൻ യാത്ര തിരിച്ചു. അതാണ് വിവശ്യത്തിന് പറ്റിയ പറ്റ്. ദൃശ്യം ഇല്ലാന്ന് തീരുമാനിക്കുന്നതിന് പകരം ദൃശ്യത്തിൻ്റെ അവസാനം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ആ ശ്രമം അദ്ദേഹത്തെ ഒരിടത്തും കൊണ്ടുചെന്നെത്തിച്ചില്ല. ഇപ്പം അദ്ദേഹം ഇങ്ങനെ യാത്ര തുടർന്നു. പുനഃസംസാര രചനാ പുനഃസർഗാ പുനർദിശ പുനർമഹീധരാ വ്യോമ പുനർദേവാ പുനർനരാഹ. ഇങ്ങനെ ഓരോ ആവരണമായി അദ്ദേഹം താണ്ടി ചെല്ലുമ്പോൾ അവിടെയൊക്കെ പലതരത്തിലുള്ള ജീവജാലങ്ങളുമുണ്ട്. എന്തൊക്കെയുണ്ട്? പലതരം സൃഷ്ടിവിശേഷങ്ങൾ, ദിക്കുകൾ, ഭൂമി, പർവ്വതം, പിന്നെ ആകാശം, ദേവലോകം, മനുഷ്യലോകം, യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിംപുരുഷന്മാർ, ഇങ്ങനെ അനേകം ജീവികൾ വസിക്കുന്ന പല ലോകങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്തു. എന്നിട്ടും ഇതിനൊരവസാനം സംഭവിച്ചില്ല. പുനഃ പഞ്ചമഹാഭൂതപര്യന്തേ ബ്രഹ്മനിർഘനം പുനസ്തത്ര ജഗന്ത്യുച്ചൈ പുനഃസർഗാ പുനർദിശ.
വീണ്ടും പഞ്ചമഹാഭൂതങ്ങളുടെ പ്രകടനം, അതിനെ തുടർന്ന് ഒരു ശൂന്യത, അത് കഴിഞ്ഞ് ഇരുട്ട് പോലെയുള്ള ഒരവസ്ഥ, വീണ്ടും ദൃശ്യപ്രപഞ്ചം. ഇങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആധാരവുമില്ലാതെ വിപശ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അധിഷ്ഠാനമോ ആധാരമോ ഉള്ളതായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. എന്തോ ഇങ്ങനെ പല കാഴ്ചകളും അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നു. പുനർനരാദൃഷ്ട ഇതി വിപരിണാമേന അനുഷജ്യത്തെ. നിഷ്ഠിതം ഘനം നിർഘനം, സാന്ദ്രമായ ലോകങ്ങളിൽ ധാരാളം ജീവികളുണ്ട്, പലതരം വസ്തുക്കളുണ്ട്, പല കാഴ്ചകളും കാണാനുണ്ട്. അതിനെ താണ്ടി അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ വീണ്ടും ഒരു ശൂന്യാകാശം, അത് കഴിഞ്ഞ് മറ്റൊരു ലോകം. ഇങ്ങനെ പലതരം വിസ്മയകരങ്ങളായ കാഴ്ചകളെ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നു. ബ്രഹ്മാകാശസ്തതസ്സർഗാ പുനരന്യേ ത്വനിഷ്ഠിതാഃ ഇത്യസൗ വിഹരൻ ദീർഘകാലമദ്യാപി സംസ്ഥിതഃ. വീണ്ടും മായാശബളമായ ആകാശം, അത് കഴിഞ്ഞിട്ട് വീണ്ടും പലതരം സൃഷ്ടികൾ. ഇവയ്ക്കൊന്നും ഒരു ആധാരവും അധിഷ്ഠാനവുമില്ല. ഇങ്ങനെ അദ്ദേഹം യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പലകാലം അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹത്തിന് ദൃശ്യത്തിൻ്റെ അവസാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇപ്പോഴും യാത്ര തുടരുന്നു. ഇതാണ് ദൃശ്യത്തിൻ്റെ രഹസ്യം അന്വേഷിക്കാൻ പുറത്തന്വേഷിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭവം. ദൃശ്യത്തിൻ്റെ രഹസ്യം ഉള്ളിലാണ് തിരയേണ്ടത്. ഉള്ളിൽ തിരയുമ്പോൾ മനസ്സിലാവും ദ്രഷ്ടാവാണ് സത്യം, ദൃശ്യം മിഥ്യയാണ്. അതുകൊണ്ട് ഈ ദൃശ്യത്തിന് ഒരർത്ഥവുമില്ല, ഇത് ഭ്രമമാണ്, മിഥ്യയാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ദൃശ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം സ്വയം നിലയ്ക്കും. അങ്ങനെ ഒരാൾ ആത്മാവിൽ ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. ഇവർ ഉള്ളിലേക്ക് അന്വേഷിക്കുന്നതിന് പകരം പുറത്തന്വേഷിച്ചു. അതുകൊണ്ട് ഇവരുടെയല്ല ഈ വിപശ്യത്തിന് പ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം നമുക്കിവിടെ നിർത്താം. ഇനി ഇത് കഴിഞ്ഞ് അവിടെ പോകണമല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. അടുത്ത ശനിയാഴ്ച ക്ലാസ് ഇല്ല. ഇനി ഞായറാഴ്ച മാത്രമേ ഉള്ളൂ നമ്മുടെ യോഗ വാസിഷ്ടം.